ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇപ്പോൾ വെള്ളം നമ്മൾ ചിക്കനൊക്കെ വാഷ് ചെയ്തിട്ട് നല്ലപോലെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം കേട്ടോ ചിക്കൻ എടുത്തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ വെച്ചിട്ടുള്ള ചിക്കനാണിത്. നമുക്ക് ആദ്യം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ എല്ലാതും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാലയൊക്കെ ആയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കണ്ടില്ലേ പുക പോണത്. ഇതിലേക്ക് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സൈഡ് ആവാൻ വേണ്ടിയിട്ട് അത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഈ ചിക്കനിലൊക്കെ ചെറുതായിട്ട് നെയ് കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ കിടക്കുന്നിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. നല്ലപോലെയല്ല, ചെറുതായിട്ട്. അപ്പോൾ നമ്മുടെ കൈമിക്ക് വെളിച്ചെണ്ണൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീരെ അങ്ങനെ നല്ലപോലെ തെറിക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ടൈമിൽ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇടിക്കലിടൊന്ന് ഇടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളക് നടുകീറിയത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിലാണ് ഞാൻ ഇട്ട് കൊടുക്കണമെന്നുള്ളൂ. എന്നിട്ട് വീണ്ടും ഇതിപ്പോൾ മറിച്ചിട്ട് കൊടുത്ത ചിക്കനല്ലേ, ഇനി വീണ്ടും മൂടി വെച്ചിട്ട് അടച്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് തുറന്ന് വെച്ചിട്ട് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തിയിടാം കേട്ടോ. നമുക്കിനി കുറച്ച് ചിക്കനും കൂടിയും ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ നേരത്തെ കാണിച്ചതല്ലേ അതേപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇട്ട് കൊടുത്തിട്ടുള്ള ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചൊരു ചിക്കനില്ലേ അതും കൂടിയും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടിയില്ലേ കുമിൻ പൗഡർ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ്. അതുപോലെ തന്നെ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോറിലേക്ക് ചിക്കൻ എങ്ങാനും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് 15 മിനിറ്റ് മതിയില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. അത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ.
അത് മാത്രമല്ല നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അത്രയും നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ്. അത് ഞാൻ എന്തായാലും ഉറപ്പ് തരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.